എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും പലതരത്തില് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം അതിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സംസ്കൃത സർവകലാശാലയിൽ ബിരുദ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, കാലടിയിലാണ് നമുക്ക് ശ്രീ ശങ്കര സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അനുബന്ധ കോളേജുകളും അവൈലബിൾ ആണ്, അല്ലേ? അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ചെയ്യാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പലരുടെയും വിചാരം അവിടെ ഒരു കോഴ്സേ ഉള്ളൂ. സംസ്കൃത സർവകലാശാല ആയതുകൊണ്ട് സംസ്കൃതം എന്ന് പറയുന്നൊരു കോഴ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ചായ കുടിക്കാനായിട്ട് ഹോട്ടലിൽ പോയി. തൃശ്ശൂർ ജോസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തലപ്പാവൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. അവിടുത്തെ ഒരു യൂണിഫോം തന്നെ മനോഹരമായിട്ടുള്ള യൂണിഫോമാണ്. അപ്പം അവര് ആദ്യം തന്നെ വന്നു കഴിഞ്ഞിട്ട് എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു. കൊച്ചുകുട്ടിയായ കാരണം കൊണ്ട് തന്നെ അച്ഛൻ എനിക്കെന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. അപ്പൊ ഈ പറയുന്ന വെയിറ്ററിന്റെ അടുത്ത് ഞാനാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ത്യൻ കോഫി ഹൗസിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്, അല്ലെ? അത് കാരണം കൊണ്ട് കോഫി വേണം. അതുപോലെ അവിടെ സാധാരണ ഈ റോസ്റ്റ് ഒക്കെ ഉണ്ട്, വട റോസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൂരി, അങ്ങനെ കുറേ നല്ല നല്ല ഭക്ഷണങ്ങൾ അവൈലബിൾ ആണ്. അപ്പം ഞാനിതുപോലെ ഭക്ഷണ പദാർത്ഥം പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കോഫി എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു ചായ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാണ്, അച്ഛൻ ഇത് ഇന്ത്യൻ കോഫി ഹൗസ് ആണ്, ഇവിടെ ഇങ്ങനെ ചായ കിട്ടുക. അപ്പൊ അതേപോലെ പലരും വിചാരം ഈ പറയുന്ന കാലടിയിലുള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയില് സംസ്കൃതം എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല കേട്ടോ. അതായത് ഇവിടെ സാൻസ്ക്രിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് സംസ്കൃതത്തിലെ വേദാന്തം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതേപോലെ കുറച്ച് ടഫാണെങ്കിലും സംസ്കൃതത്തിലുള്ള വ്യാകരണം, അല്ലേ, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. പിന്നെ സംസ്കൃതത്തിലെ ന്യായം എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്. ഈ 4 അല്ലാതെ തന്നെ സംസ്കൃതം എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ ഈ 5 കോഴ്സാണ് സംസ്കൃതം എന്ന് പറയുന്ന ഒരു തലക്കെട്ട് അഥവാ ബാനറിലുള്ള കോഴ്സുകൾ. അതല്ലാതെ നമുക്ക് ആർട്സ് ഫോംസ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീതം ഉണ്ട്, അതേപോലെ ഭരതനാട്യം ഉണ്ട്, പിന്നെ മലയാളം, ഹിന്ദി, ഹിസ്റ്ററി, പിന്നെ ഉറുദു, പിന്നെ ഫിലോസഫി, അതേപോലെ BSW സോഷ്യൽ വർക്ക്. ഇതിനോടൊപ്പം തന്നെ മൈനറായിട്ട് നിങ്ങൾക്ക് അറബിക് എന്ന് പറയുന്ന ഒരു ഭാഷ വരെ പഠിക്കാനായിട്ട് സാധ്യമാണ്. ഈ ബിരുദ പ്രോഗ്രാം എന്ന് പറയുന്നത് 3 തരത്തില് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധ്യമാണ്. ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ കഴിയുമ്പോൾ, 3rd ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സിറ്റ് അടിച്ച് പോവാം. അപ്പൊ 3 കൊല്ലത്തെ ഡിഗ്രിയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഹോണേഴ്സ് ആണ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 4 കൊല്ലത്തെ ആ ഒരു കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഇനി അതല്ല, ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട്. അതാണ് 3ാമത്തെ രീതിയിൽ ഈ ബിരുദ പ്രോഗ്രാം പൂർത്തിയാക്കാനുള്ള ഒരു മെത്തേഡ്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയും. അവിടെ 4 ഇയർ പൂർത്തിയാക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗവേഷണ റിപ്പോർട്ട്, അതായത് പ്രൊജക്റ്റിന്റെ റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കണം.
അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ഈ സാൻസ്ക്രിറ്റ് എടുക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് 500 രൂപ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ഇവിടേക്കും ജോയിൻ ചെയ്യാൻ നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് +2, VHSC അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള ഏതെങ്കിലും പരീക്ഷ എഴുതാം. ഇനി ലാറ്ററൽ എൻട്രി പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലാറ്ററൽ എൻട്രി സ്കീമും ഉണ്ട്. അപേക്ഷാ ഫീസിന്റെ കാര്യം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഫീസാണ്. ജനറൽ കാറ്റഗറിക്ക് 50 രൂപയാണ്, 50 റുപ്പീസ്. അതുപോലെ SC/ST വിഭാഗക്കാർക്ക് 25 രൂപയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഫീസായിട്ട് വരുന്നത്. ഇതിന്റെ അവസാനത്തെ തീയതി ജൂൺ മാസം 8-ാം തീയതിയാണ്. അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ നോക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ മാസം 8-ാം തീയതിയാണ്. ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട് www.ssus.ac.in. ഒരു പ്രാവശ്യം കൂടി പറയാണ്, ssus.ac.in. അപ്പൊ അങ്ങനെ സംസ്കൃതം പോലെയുള്ള ലാംഗ്വേജ്, ആർട്സ് ഫോംസ്, മലയാളം, BSW. അപ്പൊ ഇതില് ഒരു ടേക്ക് അവേ ഹോം എന്ന് പറയുന്നത് എൻ്റെ ഒരു പിക്ക് എന്ന് പറയുന്നത് BSW ആണ്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് വളരെ നല്ലൊരു കോഴ്സാണ്. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു PG ലെവൽ ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ MSW എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നല്ല ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് സമുദായത്തെ, അതായത് സൊസൈറ്റീനെ നമുക്ക് നല്ല രീതിയിൽ അടുത്ത് വളരെ ക്ലോസപ്പ് ആയിട്ട് ഇടപഴകാനായിട്ട് പറ്റും. അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, എങ്ങനെയാണ് അത് നമുക്ക് ലോക്കൽ സെൽഫ് ഫിനാൻസ് ഗവൺമെന്റിലേക്കൊക്കെ അത് എത്തിക്കാൻ പറ്റുക, കില എന്നൊക്കെ പറയാം അല്ലെ, KILA, അതിലേക്കൊക്കെ എത്തിച്ചേർക്കുക എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരു പൗരബോധം ഉണർത്തുന്ന ഒരു കോഴ്സാണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ കോഴ്സ്. തീർച്ചയായിട്ടും നമുക്ക് ഇതും ഒരു കരിയർ ഓപ്ഷനാണ്. അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ പറയുന്ന പോലെ സംസ്കൃതത്തിനെ കുറിച്ചിട്ട്. നമുക്കറിയാം കോഡ് വേർഡ്സ് ഒക്കെ ഇപ്പൊ പലപ്പോഴും യൂസ് ചെയ്യുന്നത് സംസ്കൃതത്തിലാണെന്ന് വരെ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമായി. കാരണം ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് ആ ഒരു ഭാഷ തന്നെ കോഡായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ് അല്ലെ. വേറൊരു ഭാഷ, അതായത് നമ്മുടെ കേരളത്തിലെ മലയാള ഭാഷയുടെ ഉരുതിരിഞ്ഞു വരുന്നതിന്റെ കാരണമായിട്ടുള്ള ഒരു പാരന്റ് ലാംഗ്വേജ് ആണ് സംസ്കൃതം എന്ന് പറയുന്ന ലാംഗ്വേജ്. അതുപോലെ തമിഴ് ലാംഗ്വേജും, തായ്മൊഴി എന്ന് പറയുന്നത് തമിഴാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അവസരമായിട്ട് നോക്കാം. തീർച്ചയായിട്ടും ഇത്തരം കോഴ്സുകൾ താല്പര്യമുള്ള ആൾക്കാരാണ്, മൾട്ടി ലിംഗ്വൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പല ഭാഷകളിലും സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇപ്പൊ ഒരു വലിയൊരു കാര്യം, ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ടേക്ക് കെയർ, ഓൾ ദ വെരി ബെസ്റ്റ് ടു യു. താങ്ക് യു.